10 മാസം പ്രായമുള്ള കുഞ്ഞാണ്. അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കുഞ്ഞിന്റെ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയാണ്. AK സ്റ്റെഫിൻ കിംസിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ആദ്യം കിംസിലേക്കാണ് ആംബുലൻസ് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിരുവല്ല കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ അല്പസമയം മുൻപാണ് സ്റ്റെഫിൻ ആ കരൾ സ്വീകരിക്കുന്ന കുഞ്ഞിന്റെ അമ്മയുടെ അടുത്ത് ആ വീട്ടുകാരോട് സംസാരിച്ചത്. അവരും കാത്തിരിക്കുകയാണ്. ശരിക്കും അവരുടെ ജീവിതം കൂടിയാണ് അവിടേക്ക് ഈ പാഞ്ഞെത്തുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ആ കരൾ സ്വീകരിക്കുന്ന 7 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയുടെ പ്രതികരണം നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. അതിനുശേഷം സ്റ്റെഫിലേക്ക്. വലിയ കാര്യമാണ് എൻ്റെ മോക്ക് വേണ്ടി കിട്ടണത്. എൻ്റെ മോക്ക് തന്നെ ഒരു 7 മാസം ആവാൻ പോണതാണ്. അപ്പം അതിൽ കൂടി ഓരോ കൊച്ചിൻ്റെ ഒരു ദുഃഖവും എൻ്റെ മോളിൽ കൂടി ഒരു ജീവനും. കുഞ്ഞിന് ജന്മന് കരൾ വീക്കം വന്നതാണ്. പക്ഷേ 2 മാസം ആയപ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ ആ സമയത്ത് തന്നെ ഒരു സർജറി കഴിഞ്ഞ് എങ്കിൽ അത് ഫെയിലായിപ്പോയി. അപ്പോൾ അടുത്ത ഓപ്ഷൻ ലിവർ ട്രാൻസ്ഫോറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ചെക്കപ്പ് കേട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു ഇത് വന്നത്. ഇപ്പം കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പം എങ്ങനെയാണ്? വളരെ മോശം തന്നെയാണ്. പിന്നെ സർജറിക്ക് വേണ്ടി എത്തുമ്പം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സർജറി എപ്പോഴാണ് നടത്താൻ തീരുമാനിച്ചേക്കുന്നത്? കൊണ്ടുവന്ന ഉടനെ ചെയ്യും. ആ ഒരു ഇതിന് വേണ്ടി എല്ലാം ആയിട്ടുണ്ട്. പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആണ് എന്ന് തോന്നുന്നു. പക്ഷേ നേരത്തെ പോലീസ് അടക്കമുള്ള ഈ അവയവം കൊണ്ടുപോയതിനു ശേഷം ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും. കരൾ സ്വീകരിക്കുന്ന 7 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അമ്മയുടെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. ആലിൻ ഷെറിൻ എന്ന കുഞ്ഞു മാലാഖ 5 പേർക്കായിരിക്കും പുതുജീവനേകുക. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് എത്തുകയാണ്. കരുതലോടെ തന്നെ വഴിയൊരുക്കുന്നുണ്ട് കേരളം. ഒരു ഗ്രീൻ കോറിഡോർ ഒരുക്കിയിട്ടുണ്ട് പോലീസ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെയും ആ ആംബുലൻസ് കടന്നു വരുന്ന വഴിയിൽ ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. ഓരോ മാധ്യമങ്ങളാണെങ്കിലും ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എവിടെ എത്തി ആ വാഹനം എന്നുള്ളത്, ആംബുലൻസ് എവിടെ എത്തി എന്നുള്ളത്. അത് ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾക്ക് മുന്നിൽ നിർദ്ദേശങ്ങൾ എത്തുന്നുണ്ടാകും, അതെല്ലാം തന്നെ കൃത്യമായി പാലിക്കുക എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. നിരവധി പേർക്ക് പുതുജീവനേകാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര കൂടിയാണ്. സ്ക്രീനിൽ കാണാം ആ കുഞ്ഞു മാലാഖയെ 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങളുമായിട്ടാണ് ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. കിംസിൽ നിന്നും തിരുവനന്തപുരം കിംസിലേക്കായിരിക്കും ആദ്യം എത്തുക. AK സ്റ്റെഫിൻ തുടരുന്നുണ്ട്. സ്റ്റെഫിൻ, ആ അമ്മയുടെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. അതായത് 7 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കരൾ സ്വീകരിക്കാൻ പോകുന്നത്. 10 വയസ്സ് പ്രായമുള്ള കുട്ടിക്കായിരിക്കും വൃക്കകൾ നൽകാൻ പോകുന്നത്. അതായത് അവയവം നൽകുന്നതും അത് സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതും വളരെ ചെറിയ കുട്ടികളാണ് എന്നുള്ളതാണ്. അതേ പൂജ, നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു സംഭവമാണ്. ഈ പല അവയവദാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ഒരു വൈകാരികമായ തലമെന്ന് പറയുന്നത് ഈ അവയവം നൽകുന്നത് ഒരു കുഞ്ഞാണ്. 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ് അവയവം ദാനം ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മോട് അല്പം മുമ്പ് സംസാരിച്ച ആ അമ്മയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. 7 മാസം മാത്രമായി ഒരു കുഞ്ഞ് മരണത്തോട് മല്ലടിച്ച് ഇങ്ങനെ ആശുപത്രി കിടക്കയിൽ കിടക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ആദ്യമൊരു ശസ്ത്രക്രിയ നടത്തി, അത് പരാജയമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവരൊരു പുതിയ വലിയ പ്രതീക്ഷയിലാണ് ആ കുടുംബമുള്ളത്. അതാണ് അവർ നമ്മോട് മുൻപ് അല്പസമയം മുമ്പ് പങ്കുവച്ചത്. അതിനുശേഷം ഇപ്പോൾ അവർ ആശുപത്രിയിൽ ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഇനി കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്. ഏതാണ്ട് 2-2.5 മണിക്കൂർ കൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് ഈ അവയവമായി ആംബുലൻസ് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കിംസ് ആശുപത്രിയിൽ എല്ലാ ഒരുക്കങ്ങളും അതിനുവേണ്ടി പൂർത്തിയായിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ഭാഗത്ത് വാഹനങ്ങളൊന്നും തന്നെ ഇനി കടന്നു വരാത്ത തരത്തിൽ അത് നിയന്ത്രിച്ചിട്ടുണ്ട്. കാരണം ഈ സാധാരണഗതിയിൽ ഇവിടെ ഇങ്ങനെ വാഹനം ഇതുപോലെ കടന്നു പോയി അപ്പുറത്തെ ഭാഗത്തേക്ക് പോകുന്നതായിരുന്നു ഒരു സ്ഥിതി. പക്ഷേ അവിടെ പ്രത്യേകമായി കൂടുതൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ വഴി പൂർണ്ണമായും ആ ആംബുലൻസ് കടന്നു വരുന്നതിന് വേണ്ടിയും സുഗമമായി കടന്നു പോകുന്നതിനും വേണ്ടിയുള്ള സൗകര്യമാണ് ഇപ്പോൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഇത്ര നേരത്തെ തന്നെ അത് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. സെക്യൂരിറ്റി ജീവനക്കാരെല്ലാം തന്നെ ഉണ്ട്. അവരതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ നൽകുന്നു. താഴെയുള്ള ആളുകൾക്കെല്ലാം തന്നെ നൽകുന്നുണ്ട്. ഒപ്പം പോലീസിൻ്റെ ഒരു വിന്യാസമുണ്ട് ഈ കടന്നു വരുന്ന വഴികളിലെല്ലാം തന്നെ. ഇപ്പോൾ തിരുവല്ല എല്ലാം പിന്നിട്ട് ഇങ്ങോട്ട് മുമ്പോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതായാലും കൂടുതൽ സുഗമമായി തന്നെ വാഹനത്തിന് കടന്നു വരാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം താരതമ്യേന MC റോഡിലെ തിരക്ക് കുറഞ്ഞു വരുന്നൊരു സമയമാണ്. പക്ഷേ ഓരോ നഗരങ്ങൾ പിന്നിടുമ്പോഴും അതെല്ലാം തന്നെ വലിയ ഗതാഗത കുരുക്കുള്ള അല്ലെങ്കിൽ വലിയ
ഇടുങ്ങിയ വഴികളുള്ള സ്ഥലങ്ങൾ കടന്നാണ് വരുന്നത്. കൊട്ടാരക്കരയായാലും അടൂരായാലും ആയൂരായാലും ചടയമംഗലമായാലും കിളിമാനൂരായാലും അതെല്ലാം വലിയ വലിയ നഗരങ്ങളാണ്. അത് പിന്നിട്ടുകൊണ്ടാണ് വരുന്നത്. വെഞ്ഞാറമൂട് എത്തുമ്പോൾ അവിടെ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വഴിതിരിച്ചു വിടണം. അതിനുശേഷം ഒരു പക്ഷേ കഴക്കൂട്ടം ബൈപ്പാസ് കയറിക്കൊണ്ടായിരിക്കും നേരെ ഇങ്ങോട്ടേക്ക് വരിക. വെൺപാലവട്ട കുമാരപുരം അതുവഴി ഇങ്ങോട്ടേക്ക് എത്തും. ആദ്യം ആംബുലൻസ് എത്തുക കിംസ് ആശുപത്രിയിലേക്കാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇവർക്കും അങ്ങനെയുള്ള വിവരമാണ് ആശുപത്രി അധികൃതർക്കും കിട്ടിയിരിക്കുന്നത്. ഇവിടെ വന്ന് അവയവം നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് പോകും. മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ എത്താം. ഏതാണ്ട് ഒരു 10-15 മിനിറ്റിന് അകത്ത് തന്നെ മെഡിക്കൽ കോളേജിലേക്ക്. അത്രയൊന്നും സമയം എടുക്കില്ല. ആംബുലൻസ് ആയതുകൊണ്ട് തന്നെ പോലീസിൻ്റെ എസ്കോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ അത്രയും അധികം സമയമൊന്നും എടുക്കില്ല. ഈ ആശുപത്രി കെട്ടിടത്തിൽ ഈ ഭാഗത്താണ് ഇപ്പോൾ ആ വലിയ പ്രതീക്ഷയുമായിട്ട് കുഞ്ഞിരിക്കുന്നത്. 7 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഈ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തയ്യാറായി കിടക്കുകയാണ്. ഡോക്ടർമാരെല്ലാം സജ്ജമായിരിക്കുന്നു. ഇങ്ങോട്ടേക്ക് ഈ കരളുമായി എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശസ്ത്രക്രിയ തുടങ്ങാമെന്നുള്ളതാണ് ഡോക്ടർമാരും പ്രതീക്ഷിക്കുന്നത്. ആശുപത്രി അധികൃതർ അതാണ് നമ്മളോട് പറയുന്നത്. ആ അമ്മയും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും ബന്ധുക്കളും എല്ലാം വലിയ പ്രതീക്ഷയിൽ ഇവിടെ നിന്ന് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും ആശുപത്രിയിലേക്ക് പോയി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആ കിടക്കയിൽ രോഗക്കിടക്കയിൽ ആ കുഞ്ഞ് കിടക്കുകയാണ്. 7 മാസം മാത്രമേ ഉള്ളൂ. ഒരു കുഞ്ഞനുജത്തിക്കാണ് ഒരു പുതുജീവൻ നൽകാൻ ആ 10 മാസം മാത്രം പ്രായമുള്ള ആ കുഞ്ഞും ആ കുടുംബവും തയ്യാറായി. അതിനുശേഷം ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് മറ്റൊരു കുടുംബമുള്ളത്. അവർ നമ്മോട് നേരത്തെ സംസാരിച്ചപ്പോഴെല്ലാം അവരുടെ ഓരോ വാക്കുകളിലും ഓരോ സമയത്തും അവർ പറയുന്ന വാക്കുകളിലെല്ലാം അത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ പൂവണിയാൻ പോകുന്നത്. അതിനുശേഷം ആംബുലൻസ് മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലേക്ക് പോകും. അതിനുവേണ്ടുന്ന ക്രമീകരണങ്ങളും ഏതാണ്ട് ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. ആംബുലൻസ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ വേഗത്തിൽ തന്നെയാണ് വരുന്നത്. സാധാരണഗതിയിൽ ഉള്ളതിനെ അപേക്ഷിച്ച് പകുതി അതായത് എത്രയും പെട്ടെന്ന് തന്നെ സാധാരണ കവർ ചെയ്യുന്ന കിലോമീറ്റർ കവർ ചെയ്യാൻ വളരെ കുറവ് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. സാധാരണ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ഒരു 5-6 മണിക്കൂർ എടുക്കുമെങ്കിൽ ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് ഇങ്ങോട്ടേക്ക് എത്താമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശരിയാണ് സ്റ്റെഫൻ, 3 മണിക്കൂറിനകം തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ പരമാവധി പരിശ്രമിക്കുമെന്ന് ആംബുലൻസ് ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു.